കാണേണ്ടത് പറഞ്ഞതല്ലേ? ഇടയ്ക്കിടെ കാണാൻ വരുന്ന ഇവരില്ലേ അഡ്വക്കേറ്റ് അവിടെ അവരുടെ സൂപ്രണ്ട് സാറിന്റെ സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ മേടിച്ചിട്ട് വന്നാ ഒന്ന് കണ്ടു നോക്ക്. അഡ്വക്കേറ്റ് ജാനി മാഡം എന്നെ പറഞ്ഞുവിടും മുമ്പേ ഒരിക്കൽ കൂടി കണ്ട് വിജയം ആവർത്തിക്കാനായിരിക്കും അല്ലേ സാറേ? സാറേ സാറേ ഇടയ്ക്കിടയ്ക്ക് എന്റെ കാതിലൊരു കൊലുസ് കിടങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. എന്തുണ്ടെങ്കിലും ഡോക്ടറോട് പറയണമെന്നാ പറഞ്ഞേക്കുന്നേ. പേടിക്കണ്ട സാറേ, ഞാനായിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ജാനി മേഡത്തോട് വരാൻ പറയും. ജാനി മേഡം വന്നിട്ട് ഒരുപാട് നേരമായോ? എന്താ അങ്ങനെ നോക്കുന്നേ? ഓ, ഈ ജപമാലയാണോ? ഇതെന്നെ കാണാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇവിടെ ഒരു സ്വാമി വരാറുണ്ട്. അദ്ദേഹം തന്നതാണ്. ഇനി ഒരു 2-3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതുവരേക്കും ഒരു ധൈര്യത്തിന് കൂടെ കൂട്ടിയതാ. എന്തു പറ്റി? സാധാരണ എന്നെ കാണുമ്പോ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവേണ്ടതല്ലേ? ഇന്ന് മാഡത്തിന്റെ മുഖം വല്ലാതെ ബ്ലാങ്ക് ആയിരിക്കുന്നു. പേടിക്കണ്ട മാഡം, ഞാൻ ചാകാൻ തയ്യാറായിട്ട് തന്നെ ഇരിക്കുന്നു. എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ഇന്നേക്ക് 4-ാം നാള് വെളുപ്പിന് തൂക്കിക്കൊല്ലാൻ പോകുന്ന ആളാണെന്ന് ആരെങ്കിലും പറയൂ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മാഡം എന്നെ ഒരുപാട് ബ്രാഗി. അല്ല, കുറ്റം പറയാനൊക്കെയല്ല. മാഡത്തിന്റെ ഭർത്താവിനെ കൊന്ന ആളല്ലേ ഞാൻ. നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിയവൻ. നിങ്ങളുടെ മാത്രമല്ല, മറ്റു 2 സ്ത്രീകളുടെയും ഭർത്താക്കന്മാരെ ഈ ഞാനല്ലേ കൊന്നത്. മൂന്ന് മരണം, ഇനി 4-ാമത്തെ ഈ എന്റെ. എനിക്ക് എന്താ പറ്റിയെന്നാവും മാഡം ഇപ്പൊ ആലോചിക്കുന്നുണ്ട്. ഈയിടെ ഞാൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അണയാൻ പോകുന്ന വിളക്കല്ല മാഡം, ആണി കത്തുന്നതാണ്. മാഡത്തിന് അറിയോ, ഇവിടുത്തെ സാറന്മാര് എന്നോട് ഒരുപാട് തവണ പറഞ്ഞതാണ് ദയാഹർജി കൊടുക്കാൻ. പക്ഷെ ഞാൻ കൊടുത്തില്ല. അല്ല, കൊടുത്തിട്ട് വലിയ കാര്യം ഉണ്ടാവുന്ന വെച്ചിട്ടല്ല. പക്ഷെ എന്റെ സമയം നല്ലതാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടാലോ? എനിക്ക് രക്ഷപ്പെടേണ്ട വേണം. എനിക്ക് രക്ഷപ്പെടേണ്ട. അല്ല, മാഡം ഒന്നും പറഞ്ഞില്ല. എന്തേലും വിശേഷിച്ച്? ഇന്നേക്ക് 4-ാം നാൾ വെളുപ്പിന്
ഈ സാറുമാരെന്റെ പണി തീർക്കും. അത് കഴിഞ്ഞ് ഡോക്ടർ വന്ന് മരണം ഉറപ്പിച്ച് എന്റെ ബോഡി പുറത്തു വിട്ടു. ഏതാണ്ട് ഒരു 6 മണിയോടുകൂടി വന്നു കഴിഞ്ഞാൽ വെള്ളം പതിച്ച എന്റെ ശരീരം കാണും. കൊണ്ടുപോകാനൊന്നും ആരും ഇല്ല മേഡം. അതുകൊണ്ട് ആ പറമ്പിലല്ലേ അവിടെ ഇവരെന്നെ കുടിച്ചിട്ടുണ്ട്. അതിനു മുമ്പേ വന്ന് കണ്ടോണം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മാഡം എന്നോട് ഒരുപാട് ചോദ്യം ചോദിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്. ഒന്നിന് ഞാൻ ഉത്തരം പറഞ്ഞില്ല. അത് നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പക്ഷെ നിങ്ങളുടെ ആ ചോദ്യങ്ങൾ എന്നിൽ ഒരുപാട് ഓർമ്മകൾ ഉണർത്തി. അതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഈ 2 മാസമായി ഞാൻ ഒരുപാട് മാറി. ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്നെ കാണാൻ ഒരു സ്വാമി വരാറുണ്ടെന്ന്. നിന്റെ ദേഹത്തെ അല്ലേ കൊല്ലാൻ പറ്റൂ, ആത്മാവിനെ തൊടാൻ പറ്റില്ലല്ലോ. ചോദ്യമല്ലേ. പിന്നെ അദ്ദേഹത്തിന്റെ മോനെ എന്നുള്ള വിളിയും അത് അദ്ദേഹം മാത്രമല്ല, ഇവിടുത്തെ ചില സാറുമാരും എന്നെ മോനെ തന്നെയാ വിളിക്കുന്നത്. അതുപോലെ മാഡം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ നൽകാം. എനിക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. മോഷ്ടിക്കാൻ കയറിയ ഞാൻ എന്തിനു കൊന്നു? അതും കള്ളും കുടിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്ത 3 പേരെ. കരിവാളുമുണ്ട്, വെട്ടിയല്ല, അതിന്റെ മരപ്പിടി കൊണ്ട് തലയ്ക്ക് ആഞ്ഞടിച്ച്. എന്തിന്? അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കീഴടങ്ങിയത് എന്റെ പിന്നിൽ ആരൊക്കെ? 3 ചോദ്യങ്ങൾ. സാക്ഷിക്കുട്ടിൽ എന്നെ നിർത്തി നിങ്ങളടക്കമുള്ള എല്ലാ വക്കീലന്മാരും മാറി മാറി ചോദിച്ചിട്ടുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ല. ഇനി പറയേണ്ട ആവശ്യം എനിക്കില്ല. എന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞതല്ലേ. മാഡം ഒരു കൊലുസിൽ നിന്ന് ശബ്ദം കേട്ടോ? ഇതാ. കേട്ടില്ലല്ലേ? എനിക്ക് കേൾക്കാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാതിലൊരു കൊലുസിൽ നിന്ന് ശബ്ദം കേൾക്കാം. അപ്പോൾ ഞാൻ ഇടറിപ്പോകും, ഇല്ലാതായിപ്പോ. 2019 ഡിസംബർ 15 അന്നൊരു ഞായറാഴ്ചയായിരുന്നു.
കോടിമതയിലെ നിങ്ങളുടെ ആ പഴയ വീട്ടിലേക്ക് നിങ്ങളുടെ മകൾ വന്നിരുന്നു. അവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് എന്തോ വാങ്ങിക്കും. നേരമേ ഞാൻ അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. നിങ്ങളുടെ മകള് പോയപ്പോ ഞാൻ കാത്തിരുന്ന പണി തുടങ്ങി. അന്നേരമേ അവിടുത്തെ സാറന്മാരെല്ലാം കുടിച്ചു പൂസായിരുന്നു. ഞാൻ പതിയെ വീട്ടിനുള്ളിലേക്ക് കയറി. കയ്യിലിരുന്ന ഹരിവാണിന്റെ പിടികൊണ്ട് ആഞ്ഞടിച്ചു. ഓരോരുത്തരെയും നിങ്ങളാണ് നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ അവസാനമാ തീർത്തെ. അപ്പോഴേക്കും രണ്ടുപേരെ പറഞ്ഞു വിട്ട വല്ലാത്തൊരു ഭ്രമത്തിലായിരുന്നു ഞാൻ. പേടിച്ചോ? പേടിപ്പിച്ചോ ഞാൻ? എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോ ഈ സാറുമാർ എന്നോട് ചോദിക്കുക, റിപ്പറാണോ എന്ന്. റിപ്പർ റിപ്പർ ഒടുവിൽ സത്യമെല്ലാം തുറന്നു പറഞ്ഞപ്പോ ഈ സാറുമാർ എനിക്ക് മാപ്പ് നൽകി. എന്റെ മുന്നിലും പിന്നിലും ആരുമില്ല എന്ന് മനസ്സിലായിക്കോളൂ. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് അവരെ കൊല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അവർക്ക് എന്റെ കൈകൊണ്ട് ചാകാതെയുണ്ട്. എന്റെ സമയം കഴിഞ്ഞെന്നാ വാടൻ കൈകൊണ്ട് കാണിക്കുന്നു. എന്താ? എന്തിനാ കൊന്നതെന്നോ? കൂടുതൽ അറിയണമെന്നോ? സാർ 2 മിനിറ്റ് ഇപ്പൊ തീർത്തേക്കാം. കഴിഞ്ഞു. ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ക്രൈമായിരുന്നു. ഒരു അധ്യാപകനായിരുന്നു എനിക്ക്. വേറെ വഴി അറിയില്ലായിരുന്നു. ഇവർക്ക് എന്നെ പിടിക്കേണ്ടി വന്നില്ലല്ലോ. ഞാൻ പിടികൊടുത്തില്ലേ? മോഷ്ടിക്കാൻ കയറിയ ഞാൻ എന്തിനു കൊല്ലണം? സ്വയരക്ഷയ്ക്ക്. അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും കണ്ട അങ്ങനെയാ പോലീസുകാർ എഫ്ഐആർ എഴുതിയത്. ആ 3 പേർക്ക് ശിക്ഷ വിധിച്ചത് ഈ ഞാനാണ്. പഴുതില്ലാത്ത ശിക്ഷ. ഇനി നിങ്ങളുടെ 4ാമത്തെ ചോദ്യം, എന്തിന്? കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിങ്ങൾ എന്നോട് നിരവധി തവണ ചോദിച്ച ചോദ്യം. ഞാൻ ചാവും മുമ്പേ നിങ്ങൾക്ക് എന്നിൽ നിന്ന് അറിയാനുള്ള അവസാനത്തെ ആവശ്യം അല്ലേ ഞാൻ വയ്ക്കുന്നത്? ഉള്ളം കൈയിൽ കൊണ്ടുപോലെ ഓമനിച്ച് വളർത്തിയ
മോൾ ഒരു പൂഴിമണ്ണ് വീഴ്ചിട്ടില്ല ഞാൻ അവക്കടെ മേൽ. അങ്ങനെ അങ്ങനെ നുള്ളി നോവിക്കാതെ ഓമനിച്ച് വളർത്തിയ എന്റെ കൊച്ചിനെ ഇഞ്ചിഞ്ചായി മാറി മാറി പിച്ചു ചിഞ്ചറിയുന്നമാരെ ഞാൻ പിന്നെ എന്തോ ചെയ്യണമായിരുന്നു? ഞാൻ പിന്നെ എന്തോ ചെയ്യണമായിരുന്നു? വെട്ടിക്കണ്ടിച്ച് പട്ടിക്കച്ചു കൊടുക്കണ്ടേ? മാഡത്തിന് അറിയാമോ, ഹൈറേഞ്ചിൽ പഠിപ്പിക്കാൻ വിട്ട എന്റെ കൊച്ചിനെ ഏതോ പയ്യനെ വെച്ച് വലവീശി നശിപ്പിച്ചു കളഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവ് അടക്കമുള്ള 3 പേർ കൊല്ലണ്ടേ? കൊല്ലണ്ടേ അവരെ? ഞാൻ ഒറ്റയ്ക്ക് മതിയെന്ന് ഉറപ്പിച്ചു. തീർത്തു. നിങ്ങളുടെ മകളെ ഞാൻ കണ്ടിരുന്നു. ഒരു കയ്യകലത്തി പൂസായ അവരുടെ അച്ഛനും കൂട്ടരും നനങ്ങി വരുമ്പോഴേക്കും അവിടെ ഞാൻ എന്റെ പക തീർത്തേനെ. പക്ഷെ അതൊന്നും എന്റെ കൊച്ചിനെ എനിക്ക് തിരിച്ചു തരില്ലല്ലോ. എന്റെ മകളെ പോലെ നിങ്ങളുടെ മകളും കാലിൽ കൊളിച്ചിട്ടില്ല. ആ ശബ്ദം എന്റെ കാതുകളിൽ പതിഞ്ഞപ്പോ ഞാൻ മനസ്സ് വിങ്ങി അവിടെ ഇരുന്നു പോയി. അവളുടെ അച്ഛൻ ചെയ്ത തെറ്റിന് മോളെന്ത് വിളിച്ചു. മോഷണ ശ്രമം എഴുതിച്ചത് ഈ ഞാൻ തന്നെയാണ്. അതങ്ങനെ ഇരുന്നോട്ടെ. എന്റെ കൊച്ചിനൊരു ചീത്തപ്പേരുണ്ടവൾ. അവളവിടെ സുഖമായി ഉറങ്ങട്ടെ. ഇനിയൊരു 3 ദിവസം, അത് കഴിഞ്ഞാൽ ഞാനും അങ്ങോട്ട് പോകും. പക്ഷേ ഈ കാത്തിരിപ്പുണ്ടല്ലോ, എനിക്കും അവക്കുമിടയിലെ കാത്തിരിപ്പ്, അതാണ് എന്റെ ഗതികേട്. ഈ കഥ ഇവിടെ എന്നോട് കൂടി തീരണം. നിങ്ങൾക്ക് മകളുണ്ട്, എനിക്കുണ്ട്.
എനിക്കുണ്ട്. അങ്ങ് ദൂരെ ദൂരെ കാലിൽ വെള്ളി കുടിച്ചിട്ട് അവൾ എന്നെ നോക്കി ചിരിക്കുന്നു. ജപമാലയും സ്വാമിയും ഒന്നുമല്ല, അവളാണ് എന്റെ പിന്നിൽ. അവളാണ്. കോടതി മുറിയിൽ വെച്ച് നിങ്ങൾ എന്നെ പിച്ചു ചീന്തുമ്പോഴും ഈ ഏകാന്ത തടവിൽ കഴിയുമ്പോഴും അവിടെ എന്റെ മനസ്സിൽ കണ്ണിറക്കി കാണിച്ച് ചിരിച്ചുകൊണ്ടിരുന്നു. എന്റെ മകൾ അനുഭവിച്ചത് ഓരോന്ന് ഓർത്താൽ എന്റെ മനസ്സിൽ ആന്തൽ ഇതുവരെ അണഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ് ജാനി സാജൻ, ഇനി നമ്മൾ കാണില്ല. കണ്ടാലും എനിക്ക് നിങ്ങളെ കാണാൻ കഴിയില്ല. ഇനി എന്റെ മകളെ ഒരുപാട് ദൂരത്തേക്ക് വിടാൻ എനിക്കാവില്ല. കരിമ്പടം കൊണ്ട് മുഖം മറച്ച് വെണ്ണ പുരട്ടിയ വട്ടക്കയർ കഴുത്തിലിട്ട് മുറുക്കി പിടഞ്ഞാടുവാൻ ഞാൻ കാത്തിരിക്കുന്നു. മോളെ